നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അരിത്തമെറ്റിക് മീൻ ഇൻ ക്യുമുലേറ്റീവ് കേസ്. നമ്മളിവിടെ ലെസ് ദാൻ സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ മാർക്സ് ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40, ലെസ് ദാൻ 50. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5, 17, 31, 41 and 49. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ലെസ് ദാൻ ടൈപ്പ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മീൻ കണ്ടുപിടിക്കാൻ, ഇപ്പം ഇത് മീനോ മീഡിയനോ മോഡ് എന്ത് വേണമെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ക്ലാസ്സിലോട്ടാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ലെസ് ദാനിനെ എല്ലാം നമ്മൾ എന്താക്കി മാറ്റുന്നു, കണ്ടിന്യൂസ് കേസ് ആക്കി മാറ്റാനായിട്ട് ആദ്യം പോകുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ഇതിനെ എങ്ങനെയാണ് കണ്ടിന്യൂസ് ആക്കാൻ പോകുന്നതെന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. മാർക്സ് ഇവിടെ ലെസ് ദാൻ 10. അപ്പൊ മാർക്ക് ഒരിക്കലും നെഗറ്റീവ് മാർക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഞാൻ 0 to 10, ഏറ്റവും കുറവ് മാർക്ക് 0 ആണ് അല്ലെ. ലെസ് ദാൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തുടങ്ങി 10 വരെയും എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. 0 to 10 എന്ന് എഴുതാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അപ്പൊ ഈ ലെസ് ദാൻ 10 മാർക്ക് കിട്ടിയ എത്ര കുട്ടികൾ ഉണ്ട്, ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്, ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത്. സോ ഇവിടെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്രയാണ്, 5 ആണ് വരുന്നത്. ഇനി ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 0 to 20, 0 തുടങ്ങി 20 വരെ എത്ര കുട്ടികളുണ്ട് ആ ഒരു മാർക്ക് റേഞ്ചിൽ, 17 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ 0 to 10ൽ എത്ര കുട്ടികളുണ്ട്, ആ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, 5 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ലെസ് ദാൻ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 20 ആണ് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മൾ 0 to 10 എടുത്തു. അപ്പൊ കണ്ടിന്യൂസ് ക്ലാസ് ആക്കാനായിട്ട് എനിക്ക് ഇനി എന്ത് ചെയ്താൽ മതി, 10 to 20 എടുത്താൽ മതി അല്ലെ. ഇവിടെ നിങ്ങളൊന്ന് ഞാൻ വരച്ചു കാണിക്കാം. 0 തുടങ്ങി 10 വരെ ആ ഒരു മാർക്ക് കിട്ടിയ എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത്, 5 കുട്ടികൾ. ഇനി 0 തുടങ്ങി 20 വരെ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത്, 17 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 10 to 20 റേഞ്ചിൽ എത്ര കുട്ടികൾ ഉണ്ടാകും ആ മാർക്ക് വാങ്ങിയത് എന്നറിയാൻ എന്ത് ചെയ്യണം, ഈ 70ൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി, 5 മൈനസ് ചെയ്താൽ മതിയാകും. അപ്പം 17ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്, 17ൽ നിന്നും 5 മൈനസ് ചെയ്തു. ഇതുപോലെ തന്നെ ലെസ് ദാൻ 30 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് കേസ് ആക്കാനായിട്ട് 20 to 30 ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, 31ൽ നിന്നും 17 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും, 14. ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, 30 to 40. വീണ്ടും നമ്മൾ ഇതേ പ്രോസസ് അപ്ലൈ ചെയ്യാം. 41 മൈനസ് 31 ചെയ്യുമ്പോൾ എനിക്ക് 10 കിട്ടും. ലെസ് ദാൻ 50 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 40 to 50. അത് കിട്ടാൻ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി കിട്ടാൻ 49 മൈനസ് 41 വിച്ച് ഈസ് 8. അപ്പൊ നമുക്ക് മാർക്സ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, എക്സ്, മിഡ് എക്സ് കാണണം. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ് അല്ലെ, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2 ചെയ്താൽ മതി. സോ 0 plus 10 by 2 which is 5. 10 plus 20 by 2 which is 15. 20 plus 30 by 2 which is 25. 30 plus 40 by 2 which is 35. 40 plus 50 divided by 2 which is 45. So ഇത് കണ്ടിന്യൂസ് കേസ് ആയി, നമുക്ക് ഫ്രീക്വൻസി കിട്ടി, എക്സും കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് കേസിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ നമുക്കിനി എന്ത് കാണണം, എഫ് ഇൻറ്റു എക്സ് കാണണം. 5 into 5 എത്രയാണ്, 25.
12 into 15, which is equal to 180. 14 into 25, which is 350. 10 into 35, that is again 350. 8 into 45, which is equal to 360. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സം കാണണം. സോ ഈ എല്ലാ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1265 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് വേണം? n വേണം. n കാണാൻ എന്ത് ചെയ്യേണ്ടത്? ഫ്രീക്വൻസി എല്ലാം കൂടി ആഡ് ചെയ്യുക. സോ ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 49 ആണ്. സോ x bar equal to sigma fx by n. സിഗ്മ എഫ് എക്സ് ഇപ്പൊ എനിക്ക് കിട്ടിയത് 1265 ഡിവൈഡഡ് ബൈ n. n എന്ന് പറയുന്നത് 49 ആണ്. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 25.82 എന്ന് എനിക്ക് കിട്ടും. സോ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ താങ്ക് യു.